ആ യൂണിവേഴ്സിനെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. ആ യൂണിവേഴ്സ് വേറെ യൂണിവേഴ്സാണ്. അത് മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു, മലം ടെസ്റ്റ് ചെയ്യുന്നു, അത് വേറെ യൂണിവേഴ്സ്. അതിനെ പറ്റി എനിക്ക് സംസാരിക്കില്ല. നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത നമ്മളോട് യാതൊരു ബന്ധമില്ലാത്ത യൂണിവേഴ്സാണ്. അത് വിട്ടുതരാം. അവര് വേറെ വഴിക്ക് പോയി ഗൈസ്, അവര് വേറെ വഴിക്ക് പോയി. ഇത് അതിൽ നിന്നൊക്കെ നമ്മൾ റിക്കവറായി വന്നു. ഇത് വേറെ യൂണിവേഴ്സ്. അപ്പൊ മെയിനായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യ. ഞാൻ മെഡിസിനേറ്റഡാ, അതേപോലെ കിറുങ്ങിയിരിക്കുക ഞാൻ. അതുകൊണ്ടാണ് ഷോർട്ട് സ്ട്രീം ആയിട്ട് ഇട്ടത്. അപ്പോൾ മെയിനായിട്ട് അസൻസിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ വി സിയിലോട്ട് പോയി ബ്രാവോയും കൂടെ വരുത്തി പറയണോ? അതായിരിക്കുമല്ലോ നല്ലത്. കാരണം ബ്രാവോയ്ക്കും കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ള കാര്യമല്ലേ. അപ്പോൾ പണ്ടാരം ശ്വാസം മുട്ടിട്ട് വയ്യ എനിക്ക്. ബ്രാവോ വി സിയിലുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ബ്രാവോ വി സിയിലോട്ട് വരുന്നത്. ഇന്ന് സൂസന്റെ ബർത്ത്ഡേ. ഇന്ന് സൂസന്റെ ബർത്ത്ഡേ, ഇന്ന് SRKയുടെ ബർത്ത്ഡേ, ഇന്ന് 2-3 പേരുടെ ബർത്ത്ഡേ. അപ്പൊ എല്ലാവർക്കും എന്താ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഫിയർ, ടിവിയെ വേണം ഫാൻസ്. എടാ നിന്റെയൊക്കെ ഫിയർ. എടാ ബ്രോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റണം? എടാ നീയൊക്കെ ഇതിലും നല്ല ആൾക്കാരുണ്ടായിട്ട് ശേഷം ഞാൻ ഒരു കാര്യം പറയട്ടെ, നീയൊക്കെ ഇപ്പൊ വലിച്ചു കയറ്റാൻ വരുന്നവന്മാര് കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങളെ പേടിച്ച് സിറ്റി കയറാത്തവന്മാരാ. ഒന്ന്, സിറ്റി കയറിയിട്ടില്ല, ടർഫ് മാത്രം കളിച്ചിട്ട് പോണവന്മാരാ. ഒന്നത്. 2, എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനെ പറ്റി പറയാം. അവന്മാരെ തല്ലി ഞങ്ങൾ മടുത്ത്. പിന്നെ ആരെയാ പേടി ബ്രോ? ആരെയാ പേടി? ചില്ല അങ്ങനൊന്നും പറയണ്ട, അത്രയൊന്നും ചിന്തിക്കണ്ട. എനിക്ക് അത്ര ബുദ്ധിയുള്ളൂ. എടുത്തോണ്ട് പോയി ബ്രോ ആരെ എടുത്തോണ്ട് അപ്പൊ അവിടെ വേറെന്താ പറഞ്ഞോണ്ടിരിക്കണേ? പിന്നെ കുറച്ച് പഴയ ആൾക്കാര് സ്റ്റേഷൻ പരിധിയിലൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞു വരാൻ ഒരുപാടുണ്ട്. ചില്ലാതെ ഞാനത് പറയാം. എടാ നീയൊക്കെ ഇപ്പൊ ഇവിടെ വന്ന് എന്നെ പോടാ താ കൂട്ടി വിളിക്കണവന്മാരൊക്കെ എന്ത് ചെയ്തിട്ടിരിക്കുന്നവന്മാരാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞു തുടങ്ങാം. സോ അസൻസിയോയുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത് TVയിൽ നമുക്ക് ആള് വേണ്ടാതിരുന്ന സമയത്ത് എടുത്ത ഒരു റിക്രൂട്ട്മെന്റ്. മനസ്സിലായോ? അതായത് നമുക്ക് ആൾക്കാർ ഓൾറെഡി ടോട്ടലി ഫിൽഡ് ഔട്ട് ആയിട്ടിരുന്ന സമയത്ത് T47 സ്പ്ലിറ്റപ്പ് ആയി. T47 സ്പ്ലിറ്റപ്പ് ആയ സമയത്ത് കുറച്ച് പ്ലേയേഴ്സിനെ KVL എടുത്ത സമയത്ത് അസൻസിയോ അവിടെ കളിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പം ബ്രാവോ എൻ്റെ അടുത്ത് ഒരു നല്ല പ്ലെയർ, എടാ നല്ല അവന് ഞാൻ ഇതിനു മുമ്പ് ഇത് അങ്ങനെ വേണമെങ്കിലും മറ്റേ ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. പക്ഷെ എൻ്റെ പഴയ ക്ലിപ്പുകൾ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരുപാട് വട്ടം T47 ഗ്യാങ് എന്നുള്ള രീതിയിൽ അവരെ ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൽ കുറച്ച് ആൾക്കാരുടെ അടുത്തായിരുന്നു പ്രശ്നം. അവരെ ഞാൻ ഇപ്പോഴും കണ്ടീന്ന് തന്നെ പറയുള്ളൂ. മനസ്സിലായ? അതൊരു മാറ്റവും ഇല്ല. ആസ് എ ഗ്യാങ് അവരൊരു നല്ല ഗൺ പവർ പൊട്ടൻഷ്യൽ ഉള്ള ഗ്യാങ് ആണ്. മനസ്സിലായോ? അത് ഞാൻ ഒരുപാട് വട്ടം ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ അപ്പാപ്പൻ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതില് അസൻസിയോ എന്ന് പറയണത് നല്ലൊരു അസറ്റ് ആയിരിക്കും. വേണമെങ്കിൽ അവനെ നമുക്ക് കൊണ്ടുവരാം. ഈ പറയണത് പോലെ അവനിപ്പോൾ ഗ്യാങ്ങിലൊന്നും കളിക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ അപ്പാപ്പൻ എൻ്റെ അടുത്ത് ഇങ്ങനെ റെക്കമെൻഡേഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കഴിഞ്ഞപ്പം നീലിൻ്റെ അടുത്താണ് ഇത് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. നീല് അസൻസിയോ അടുത്ത് ചോദിച്ചു. അസൻസിയോ അടുത്ത് ഇതുപോലെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് അസൻസിയോയും വേറെ ആരായിരുന്നു ഒരു പേരുടെ ഉണ്ടല്ലോ, പെയിനെയും കൂടെ ഒരുമിച്ച് എടുക്കാവോന്ന്. അന്നേരം ഞാൻ പറഞ്ഞടാ ഞങ്ങൾക്ക് 2 സ്ലോട്ട് ഇല്ല. ഒന്നാമത് ഇപ്പോൾ ഇവിടെ ഒരു റിക്രൂട്ട്മെന്റിന്റെ ആവശ്യമില്ല. പിന്നെ അപ്പാപ്പൻ നല്ലൊരു അഡീഷൻ ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്യാം, പിന്നെ മാറ്റി ഇടാമെന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇതാക്കി. അപ്പൊ ഞാൻ പറഞ്ഞ 2 പേരെ എടുക്കാനുള്ളതില്ലെന്ന്. പിന്നെന്താ ഓവനും പെയിനും ഒന്നാണോ? അല്ലല്ല, ആദ്യം ചോദിച്ചത് അതാണ്. അപ്പൊ പിന്നീട് ഓവൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അവനെയും കൂടെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ കൺവിൻസിന് S അല്ല C. അത് ഈ രാത്രിയിൽ കണ്ടവന്മാർക്ക് വേണ്ടിട്ട് ഇരുന്ന് ഈ മറ്റേ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് സ്കൂളിൽ പോണം. മനസ്സിലായ? സ്കൂളിൽ വന്നതിന് ശേഷം ആദ്യം പഠിത്തം പിന്നെ കണ്ടുപിടുത്തം. ഓക്കെ, ബാക്കി പറയാം. അപ്പൊ മറ്റേ ഇവനെയും കൂടെ കൊണ്ടുവന്നു, ഓവനെ കൂടെ കൊണ്ടുവന്ന് 2 പേരെയും കൂടെ നമ്മൾ ആദ്യം റിക്രൂട്ട് ചെയ്യാന്ന് ഇതാക്കി. ഓക്കെ, ഫൈനലൈസ് ചെയ്ത് നമ്മൾ ഈ പറയണത് പോലെ റിക്രൂട്ട്മെന്റ് എടുക്കാം എന്നുള്ള രീതിയിലായപ്പോഴത്തേക്കിന് ഓവൻ എന്തോ കൂട്ടുകാരെല്ലാവരും ഉള്ളിടത്തേ കളിക്കുന്നുള്ളൂ,
എന്നുള്ള രീതിയിൽ പറഞ്ഞു. വാവ് കോമഡി. ഓ നിനക്ക് ചിരി വരണമെങ്കിൽ ഷെഡിക്കകത്ത് നൂഡിൽസ് ഇടണമല്ലോ. ഞാൻ ഇപ്പൊ അടുപ്പത്ത് ചൂടാക്കാൻ പറ്റിട്ടുണ്ട്. ഇപ്പൊ വരാം. എല്ലാത്തിനും സമയത്ത് നിനക്ക് ചിരി വരാനുള്ള കോമഡി ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറക്കാം. വരാം, വെയിറ്റ്. അപ്പൊ ഇതായിരുന്നു സംഭവം. അപ്പൊ ഓവന് ഈ പറയണത് പോലെ അവിടെ കളിക്കുക, കൂട്ടുകാരൊക്കെ അവിടെയാണ്, അതുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ പോയി കളിക്കാം എന്നുള്ള രീതിയിൽ അവിടെ പോയി KVക്കകത്ത് കയറുവാണെന്ന് പറഞ്ഞു. അപ്പൊ KVക്കകത്ത് കയറി അവരുടെ കൂട്ടത്തിൽ പോവാ എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പൊ അസൻസിയോ വീണ്ടും ഒറ്റയ്ക്കായി. അപ്പൊ അവൻ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആണ്, മറ്റേ ഇതാണ് എന്നുള്ള കാര്യമെല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ റാവോടും പറഞ്ഞു, ഞാൻ അവനോടും പറഞ്ഞു, നീലിനോടും പറഞ്ഞ് നമുക്ക് നിർബന്ധിച്ച് കയറ്റേണ്ട ആവശ്യമില്ല, അവന് താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന കാര്യം. അപ്പോൾ അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് നാളെ തന്നെ 25 ലക്ഷം രൂപയുടെ ബൂട്ട് ക്യാമ്പ് വാടകയ്ക്ക് എടുത്ത് 10,000 റെന്റ് കൊടുക്കാം, 50 പേർക്ക് PC, 2 പേർക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് പൊതിച്ചോറ് എന്നൊന്നും ഞാൻ ഒരാളുടെ അടുത്തും വാഗ്ദാനം കൊടുത്തിട്ടില്ല. അങ്ങനെ വാഗ്ദാനം കൊടുക്കേണ്ട ഗതികേട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. മനസ്സിലായോ? കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ അസൻഷ്യയുടെ അടുത്ത് കോളിൽ ക്ലിയർ ആയിട്ട് ഇന്ന് ഞാൻ അവനെ വിളിച്ച്, എനിക്കറിയാം ഇതൊക്കെ എങ്ങനെയൊക്കെ തിരിയുമെന്ന്, അതുകൊണ്ട് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ വീഡിയോ ഇട്ടിരിപ്പുണ്ട്. അത് അവൻ ഇതിന് റിപ്ലൈ പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അസൻഷ്യോ ഞങ്ങൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അസൻഷ്യോട് പറഞ്ഞു, അസൻഷ്യോ ഞങ്ങൾക്ക് PC ഒന്നും മേടിച്ച് തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഇതുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നീല് അവൻ ഇവിടെ കയറി സ്ട്രീം ചെയ്തു, അവന് വേണ്ടുന്ന PC എടുത്തു. അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി നിനക്കുണ്ട്. നമ്മുടെ ഓഡിയൻസ് കാണാൻ വരും. കിക്ക് പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നിനക്ക് സ്ട്രീം ചെയ്യണമെങ്കിൽ സ്ട്രീം ചെയ്യാം. അതാണ് TV-ക്ക് തരാൻ പറ്റുന്ന ഏക കാര്യം എന്ന് അന്നും ഇന്നും ഞാൻ വരുന്ന പ്ലേയേഴ്സിനോടെല്ലാം പറയുന്ന കാര്യം ഇതാണ്. മനസ്സിലായോ? സ്വന്തമായിട്ട് ഏൺ ചെയ്യുക, അതാണ് കാര്യം. അതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതാണ്. അല്ലാതെ വരുമ്പോഴേ PC കൊടുക്കുക ഇതല്ല. ഇത് എന്റർടൈൻ ചെയ്യാൻ നമുക്ക് അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കിപ്പോ കറന്റ് TV-യുടെ ഇതിനകത്തില്ല. അതായത് തല്ല് കൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയും ബൈ ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാൻ ഉള്ള ഇത് കാണും. പക്ഷെ നമുക്ക് അന്താരാഷ്ട്ര ലീഗ് കളിക്കാൻ അതാ ഞാൻ പറഞ്ഞേ, PC ഒക്കെ കൊടുത്ത് മറ്റേ ഇതൊക്കെ മേടിച്ച് അങ്ങനെ. എടാ നമ്മുടെ ഇവിടെ വന്ന് ഹാർഡ് വർക്ക് ചെയ്തവർക്കാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇവരെയൊക്കെ എത്ര നാളായിട്ട് TV കാണുന്നതാ? ഇപ്പൊ ഈ റീസെന്റ് നമ്മൾ എത്രയാണ് 8-9 PC. ഈ 9 PC ഒക്കെ ഇവർക്ക് കിട്ടിയത് എപ്പോഴാ? ഇത്രയും കാലം വന്നിരുന്ന് സ്ട്രീം ചെയ്തിട്ട്. അല്ലാതെ നേരെ വന്നിട്ട് ഞാൻ PC മേടിച്ചു തരാം, വീട്ടിൽ കറണ്ട് ബിൽ അടച്ചു തരാം, അങ്ങനെയല്ല. അതിന്റെ അത് വർക്കാവണതേ അങ്ങനല്ല. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു സാധനമാണ്. അപ്പം ഞങ്ങൾ അസൻസിയോട് അടുത്തും ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഇതാണടാ കാര്യം എന്ന് പറഞ്ഞു. ഓക്കെ, അസൻസിയോ നമ്മൾ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രിയിൽ വിളിച്ചിട്ട് ഇതുപോലെ ഡബിൾ മൈൻഡാ അതാന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരം തന്നെ പറഞ്ഞായിരുന്നു നീലിന്റെ അടുത്ത്, എടാ ഞാൻ നീലുണ്ടോ ഇവിടെ? ഞാൻ നിന്റെ അടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, അന്നും പറഞ്ഞ കാര്യമാണ്. അവന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കളിപ്പിച്ചു, അത് നിർബന്ധിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. ഞാനിത് അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമോ. കാരണം അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഒരു സിനർജി ഇല്ലാതെ ഇത് കളിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് അവൻ ബുദ്ധിമുട്ടി ആർക്കും. അത് കഴിഞ്ഞതിന് ശേഷം അസൻസിയോ ഓരോ ദിവസവും ഈ പറയണത് പോലെ ഇവിടെ വന്ന് ആളോട് സംസാരിക്കൂല. ഇത് കുറെ പേര് മൾട്ടിപ്പിൾ ആയിട്ട് പോകുന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അതിനൊരു കാരണമുണ്ട്. അത് ഇവന്മാര് പറഞ്ഞായിരുന്നു, ദാമു കളി നിർത്തിപ്പോയി, അതുകൊണ്ട് ദാമു കളി നിർത്തിപ്പോയത് കൊണ്ട് നമ്മൾ കളിക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. മനസ്സിലായോ? എല്ലാവരും ഒരുമിച്ചേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഏകദേശം കാര്യം പിടികിട്ടി. KVL പ്ലേയേഴ്സ് ഇറങ്ങുവാണ്, ദാമു തിരിച്ചു വരുന്നു. അപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി ഇവനും പോകും. അപ്പൊ ഞാൻ നേരെ പോയി അസൻഷൻ എടുത്ത് ഞാൻ ബ്രാവോ എടുത്ത് പറഞ്ഞു, ബ്രാവോ എങ്ങനെയാണ് അവൻ ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ടോ? കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്നിട്ട് നാളെ ഗ്യാങ്, അതായത് ഏതോ ഒരു ഗ്യാങ് ഇന്ന് ഫോം ആയിരുന്നായിരുന്നല്ലോ, ഗ്യാങ് ഫോം ആവുന്ന സമയത്ത് ഇറങ്ങി പോവുക എന്നുള്ള പരിപാടി നടക്കത്തില്ല. അത് വേണ്ടാന്ന് പറഞ്ഞ് അവന് പോണെങ്കിൽ ഇപ്പൊ പോവാം, അല്ലാതെ ഇവിടുന്ന് ഇത് ഇറങ്ങി പോയാലുള്ള മാസ് അടിക്കാൻ നമുക്ക് പറ്റൂല. നിനക്ക് ഏതാണോ കംഫർട്ടബിൾ അസൻഷ്യോ, നിനക്ക് അത് ചൂസ് ചെയ്യാം എന്ന് നേരെ അങ്ങോട്ട് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് അന്നേരം അവൻ പറഞ്ഞ് എനിക്ക് ആലോചിക്കാൻ സമയം വേണം, വൈകുന്നേരം വരെ സമയം വേണം എന്ന് പറഞ്ഞ് സ്റ്റോറി ഇടുന്ന നിങ്ങൾ ആലോചിച്ചാൽ ഒരു 9:20-9:30 ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വന്ന് ലൈവ് ഇടാന്ന് വിചാരിച്ചിരുന്ന, എനിക്ക് വയ്യാഞ്ഞോണ്ടാണ് ഞാൻ ഈ പറയണത് പോലെ ഇടാഞ്ഞത്. അപ്പം ഈ സ്റ്റോറി ഇടുന്നതിന് തൊട്ട് മുമ്പ് അവൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താ എനിക്ക്
അവന്മാരുടെ കൂടെ കളിക്കാനാണ് താല്പര്യം, ഞങ്ങൾ ഒരുമിച്ച് വന്നതാ, എനിക്ക് അവരാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ, ഞാൻ അവരുടെ അടുത്ത് പോവുക. റെസ്പെക്ട്, ഒരു പ്രശ്നമില്ല അസൻസിയോ. ഞാൻ അതിൽ ഒരു ഇവിടെ വന്ന് ഞങ്ങളെ ഒരു രീതിയിലും അവ യൂസ് ചെയ്യാനും ലൂട്ട് ചെയ്യാനും നിന്നിട്ടില്ല. അത് ഞാൻ ഇപ്പോഴും പറയുക, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആ സാധനത്തിലേ ഒരു പ്രശ്നമില്ല. നിന്റെ കൂടെ ഒരുമിച്ച് കളിച്ച് വന്ന പ്ലേയേഴ്സിൻ്റെ അടുത്തോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, അത് ഓക്കെയാണ്. അവിടോട്ട് നേരെ അവൻ അങ്ങനെ പോവാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളായിട്ട് ടി വിന്ന് കിക്ക് ചെയ്തതാണ്, ടി വിന്ന് എടുത്ത് കളഞ്ഞതാണ്. ആൻഡ് ഈ പറയണത് പോലെ അസൻസിയോയെ കൊണ്ടുവന്ന് നമുക്ക് കളിപ്പിക്കണം, അങ്ങനെ ഒരു പ്ലെയർ ഞങ്ങൾക്ക് വേണം. പോയാൽ ഞങ്ങൾക്ക് ബാഡാവും, ഞങ്ങൾക്ക് വിഷമമാവും. ഓരോരുത്തർ കർമ്മയെന്നും മറ്റും ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പം എനിക്ക് ചിരിയാ വരുന്നേ. ബ്രോ, നിങ്ങൾക്കാണ് പ്ലേയേഴ്സിനെ ആവശ്യം, നിങ്ങളുടെ ലീഡർമാരാണ് ലൈവ് ഇട്ട് കരയുന്ന, മണൽത്തരി പോയി ആളില്ല കളിക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ട്. ഞാനിവിടെ അധികം ആയതുകൊണ്ട് മാറ്റി മാറ്റി ഇടണേ. എനിക്കൊരു ലൈനപ്പ് ഇടാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ലോസ് ഉള്ളത് പോലാണോ നിങ്ങൾ ഇത് സംസാരിക്കണേ? അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ ബ്രോ, നിങ്ങൾ ഭയങ്കര ഈ ലൈവ് ഈ കുറച്ച് 2 ദിവസത്തെ കണ്ടന്റിലും കാര്യത്തിലൊക്കെ കണ്ടായിരുന്നു എനിക്ക് മാനസിക പ്രശ്നമുണ്ട്, ഇതെന്തോ BP ആണ്, അസുഖമാണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരാൾ നമ്മളെ ഡെയിലി വിളിക്കുക, മറ്റേ ഗേൾ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന പോലെ 3 മണിക്കൂറും 4 മണിക്കൂറും ഞാൻ എന്ത് ചെയ്യണം, ഈകളെ എന്ത് പ്രശ്നം ഇത്, ഞാനപ്പോൾ പൊട്ടനെ പോലിരുന്ന് പോട്ടെ ബ്രോ, ഇത് ഇങ്ങനെ ശരിയാവും, അത് ശരിയാവും, ഇത് ശരിയാവും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്ന ഒരാൾ അറ്റ്ലീസ്റ്റ്, അതായത് ഈ ഇഷ്യൂ ഉണ്ടാകുന്നതിന് അടുപ്പിച്ചൊരു 3 ദിവസം 4 ദിവസം എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് എടാ എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പം നമ്മളെ ഒരു വിഷെങ്കിലും എക്സ്പെക്ട് ചെയ്യുമല്ലോ ഇവരുടെ അടുത്ത് നിന്ന്. ഞാൻ കാണുന്നത് പുള്ളിയുടെ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ഈ പറയണത് പോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ കൊട്ട ചട്ടി ഇതൊക്കെയാണ് കാണുന്നത്. ഞാൻ നിന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്ര ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആൾക്ക്, ഈ പറയുന്ന പെർട്ടിക്കുലർ ആൾക്ക്. ഞാൻ മണ്ടനെ പോലെ ഇരുന്ന് എന്നിട്ട് ഞാനൊന്ന് കഴിഞ്ഞ